നമസ്കാരം ടീച്ചർമാരെ. നിങ്ങൾക്കറിയാം എല്ലാ മാസവും നമ്മൾ 2 CBA നടത്താറുണ്ട്. ഇത്തവണ മാർച്ച് 2024 നമ്മൾ പോർഷൻ പക്വതയുടെ ഭാഗമായിട്ട് 2 CBA നടത്തിയിരുന്നു. 14-ാം തീയതി 18-ാം തീയതി. അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായി സബ്മിറ്റ് ചെയ്യുന്നറിയാം. അതൊക്കെ കറക്റ്റ് സബ്മിറ്റ് ചെയ്യുക, അതിൻ്റെ ബില്ലുകളും എല്ലാതും. എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് ആ ഫണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് 250, ഒരു CBAക്ക് 250, അടുത്ത CBAക്ക് 250, അങ്ങനെ 500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പോർഷൻ ട്രാക്കറിൽ ആ 2 CBAയുടെ എൻട്രി വരുത്തേണ്ടതുണ്ട്. നമ്മളത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്നാൽ കൂടി പുതുതായി ജോയിൻ ചെയ്ത ടീച്ചേഴ്സ് അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും ചെയ്യുകയാണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്തത് കറക്റ്റായിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊക്കെയാണ് നോക്കുന്നത്. ആദ്യം തന്നെ പോർഷൻ ട്രാക്കർ ആപ്പ് ഓപ്പൺ ചെയ്തതിന് താഴെ കണ്ടല്ലോ മോറിൽ അമർത്തുക. മോറിൽ അമർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ വരും. അതിൽ ഇവൻറ്റ്സിൽ അമർത്തുക. ഇവൻറ്റ്സ് 4ാമത് കിടക്കുന്നുണ്ടോ, അതിൽ അമർത്തിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ വരും. VHSND CBA യോഗയുടെ അതിൽ CBA അമർത്തുക. CBA അമർത്തുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ചെയ്തത് കറക്റ്റായിട്ടുണ്ടെങ്കിൽ കണ്ടോ 14-ാം തീയതി 18-ാം തീയതി ആയിരുന്നു നടത്തിയിരുന്നത്. രണ്ടും തീം നമ്മൾ സെലക്ട് ചെയ്തിരുന്നത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് ആണ്. ഇങ്ങനെ കറക്റ്റായിട്ട് വരും. ഇങ്ങനെ കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് CBA പോർഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടതാണ്. എന്നിരുന്നാൽ കൂടി നമുക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട്, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ച് വയ്ക്കുക. കാരണം നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തു വയ്ക്കുക. അത് നമുക്ക് തന്നെ ഒരു സെൽഫ് പ്രൂഫിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അതെല്ലാവരും ചെയ്യുക. ഓരോ ഫോണിലും ഓരോ രീതിയിലായിരിക്കും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടത്. നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണോ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. പിന്നെ അതേപോലെ കറക്റ്റായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യും വേണം. കറക്റ്റായി നടത്തിയിട്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇതും ചെയ്യണമെന്ന് മാത്രം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് വരുള്ളൂ. ഇങ്ങനെ ചെയ്തതിന് നിങ്ങൾക്ക് എന്തായാലും CBAയുടെ 250 + 250 500 രൂപ കിട്ടും. ഇനി ഇങ്ങനെ വന്നിട്ടില്ല, അതായത് ചിലപ്പോൾ ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ രണ്ടും വന്നിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോർഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. നിങ്ങൾ ഓൾറെഡി കറക്റ്റായിട്ട് CBA ഒക്കെ നടത്തി പോർഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തി നിങ്ങൾക്ക് ആ ഫണ്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ CBA എൻട്രി ചെയ്യുന്ന പോലെ എൻട്രി വരുത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫണ്ട് കിട്ടുള്ളൂ. ഇനി എൻട്രി എങ്ങനെ വരുത്തുക എന്നുള്ള വീഡിയോ അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്